3 പേരും പോയി. വീട്ടിൽ അബൂ അയ്യൂബ് റളിയല്ലാഹുവിന്റെ ഭാര്യയെ 3 പേരെയും കണ്ടപ്പം വളരെ സന്തോഷിച്ചു. കാരണം ആരാ വരുന്നത്? ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരാ വരുന്നത്. നബിമാരെ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ നബിമാരെക്കാളും ശ്രേഷ്ഠരാണ്. എല്ലാ നബിമാരെക്കാൾ അഫ്ദലുൽ ബശർ സയ്യിദുൽ അംബിയാഇ വർ-റുസുൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിഞ്ഞ ഒരാളില്ല. ബഹുമാനപ്പെട്ട സഅദി ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി നബി തങ്ങളെ പുകഴ്ന്നു പറഞ്ഞു, നബിയെ തങ്ങളെ എന്ത് പുകഴാനാണ്? ഞങ്ങളെ കൊണ്ട് തങ്ങളെ പുകഴാൻ സാധിക്കില്ല. ഞങ്ങൾ ഇത്രയും പറഞ്ഞ് നിർത്തുക. അള്ളാഹു കഴിഞ്ഞാൽ തങ്ങളാണ് ഏറ്റവും വലിയ മഹാൻ. ഖിസ്സ മുഖ്തസർ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹു സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠം സയ്യിദുൽ ഖലായിഖ്. ബാക്കി കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോഴത്തെ സമയമാണ്. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബിമാരെ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠം ഉമർ റളിയല്ലാഹു അൻഹു. നബിമാരെ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ രണ്ടാമൻ. അപ്പൊ ഈ 3 പേരും ആരാ? ഈ 3 പേരുമാണ് അബൂ അയ്യൂബ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. എവിടെ പോയി? ഭർത്താവും ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അയ്യൂബ് റളിയല്ലാഹുവിന്റെ ഭാര്യയോട്, തങ്ങളെ തോട്ടത്തിലേക്ക് പോയതാണ്, ഇപ്പോഴും വരും എന്ന് വലിയ വധു പതറലോടുകൂടി പറഞ്ഞു. നബിതങ്ങളും ഈ മഹാന്മാരായ 2 പേരും എങ്ങാനും പൊയ്ക്കളയുമോ, ഭർത്താവ് ഇവിടെ ഇല്ലാത്തതിന്റെ പേരിൽ എങ്ങാനും പൊയ്ക്കളയുമോ എന്നുള്ള വിഷമത്തിൽ, പോകരുതേ എന്നുള്ള ആഗ്രഹത്തിൽ ഇപ്പോഴും വരും നബിയെ, ഇപ്പോഴും വരും. എന്നിട്ട് പോയി വീട്ടിന്റെ പുറകിൽ കൂടെ ഇറങ്ങിപ്പോയി തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വേഗം വിളിച്ചോണ്ട് വന്നു. അപ്പോ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ നിന്ന് ആ ഈത്തപ്പഴത്തിലുള്ള പച്ചക്കൊലയും പഴുത്ത കൊലയും പാതി പഴുത്തത് എല്ലാം കൂടെ ഒടിച്ച് വിറക്കി കൊണ്ടുവന്നു. വലിയ ധൃതിയിൽ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സാഹിബൈനി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു 3 പേരുടെയും മധ്യത്തിൽ വെച്ചു. ഇതെന്തിനാണ് ഈ പച്ചയെല്ലാം കൊണ്ടുവന്നതെന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ചിലർക്ക് പച്ച ഇഷ്ടപ്പെടും, ചിലർക്ക് പഴം ഇഷ്ടപ്പെടും, ചിലർക്ക് പാതി പഴുത്തത് ഇഷ്ടപ്പെടും. ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്നുള്ള നിലയിൽ എല്ലാം കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഇവരെ 3 പേരെയും കണ്ടിട്ട് പറഞ്ഞ സന്തോഷാധിക്യത്താൽ പറഞ്ഞു, മൻ അക്രമു അളിയാഫം മിന്നിയൽ യൗം. ഇന്നത്തെ ദിവസം ഇത്രയും വലിയ മഹാന്മാരായ ആളുകൾ അതിഥിയായി തന്റെ വീട്ടിൽ വന്നവൻ ലോകത്താരാളുള്ളത്? ഈ ബഹുമതി കിട്ടിയവർ ഇത് ലോകത്താരാളുള്ളത്? എൻ്റെ വീട്ടിലാണല്ലോ ഇന്ന്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ എല്ലാം കൊണ്ടും അങ്ങേയറ്റം വാഴ്ത്തപ്പെടേണ്ട, മഹത്വം കൽപ്പിക്കപ്പെടേണ്ട മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ 2 പേരും വന്നത് എന്ന് സന്തോഷത്തോടെ പറഞ്ഞേച്ച് ഒരു കത്തിയെടുത്തുകൊണ്ട് വീട്ടിന്റെ പുറകിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇയ്യാക വൽ ഹലൂം, പാല് കറക്കുന്ന ആടിനെങ്ങാനും പിടിച്ച് അറുത്തേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അന്നത്തെ കാലത്ത് ഒരാടോ ഒരു ഒട്ടകമോ ഒക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ അതാണ് അവരുടെ ആശ്രയം. ആ ആടിനെ കറന്ന് ആ പാല് കാലത്തെ ഒരു പ്രാവശ്യം, വൈകുന്നേരം ഒരു പ്രാവശ്യം, 2 നേരത്തേക്ക് കിട്ടിയില്ലെങ്കിൽ 1 നേരം കുടിച്ചേച്ച് കിടന്നോളും. അതേ ഉള്ളൂ ആഹാരം. ഒട്ടകമാണെങ്കിൽ ഒട്ടകം, ആടാണെങ്കിൽ ആട്. അപ്പം പാല് കറക്കുന്ന ആടൊരെണ്ണം ഉണ്ടെങ്കിൽ അതിനെ ഇപ്പോൾ അറുത്തേക്ക് പിന്നെ പിള്ളേർക്ക്, വീട്ടിലുള്ളവർക്ക് ആ വിശപ്പടക്കാൻ, കടുത്ത വിശപ്പടക്കാൻ വേറെ വഴിയില്ലാതെ ആകണ്ട, കറക്കാനുള്ള ആടിനെ അറക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇത് വല്ലതും അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു കേൾക്കുമോ? അദ്ദേഹം പോയി ആടിനെ അറുത്തു കൊടുത്തു. ഭാര്യയോട് റൊട്ടി ചുടാൻ പറഞ്ഞു. വേഗം ആഹാരം പാകപ്പെടുത്തി ആ ഈത്തപ്പഴമെല്ലാം ഓരോന്നെടുത്ത് തിന്ന് കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ കൊണ്ടുവന്നു ചൂടായ റൊട്ടിയും ചൂടായ ഇറച്ചിക്കറിയും കൊണ്ടുവന്നു. 2 പാത്രത്തിലായിട്ട് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ആ റൊട്ടിയിൽ നിന്നും 2-3 റൊട്ടി എടുത്ത് അതിൻ്റെ മുകളിൽ ആ കൊണ്ടുവന്ന കറി അല്പം കോരി വെച്ചിട്ട് പറഞ്ഞു അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിനോട്, ഇതിനെ കൊണ്ടുപോയി ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ കൊടുത്തിട്ട് വാ. അവിടെയും അവർ 3 ദിവസമായി ഒന്നും കഴിക്കാതെ പട്ടിണിയിലാണെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, 4-ാമത്തെ ആളാരാ? ആഖിറത്തിലെ സ്വർഗത്തിലെ പെണ്ണുങ്ങൾക്കെല്ലാം നേതാവാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അലി റളിയല്ലാഹുവിന്റെ ഭാര്യയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാരുടെ ഉമ്മയാണ്
ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ മഹത്വം എന്താണ്? അതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമാണ്. സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. സഹോദരന്മാരെ, അവിടെ ഉള്ള കുട്ടികളാരാ? സയ്യിദ ഷബാബി അഹ്ലിൽ ജന്ന, സ്വർഗവാസികളായ ആണുങ്ങളുടെ നേതാവാണ്. സഹോദരന്മാരെ, എല്ലാവരും പട്ടിണിയാണ്. 3 ദിവസം അവിടെയും ആഹാരം ഇവരും കഴിച്ചിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആ റൊട്ടി എടുത്ത് ഇറച്ചി പിച്ചെടുത്ത് മായിൽ വെച്ചിട്ട് പറഞ്ഞു, 3 ദിവസത്തിൽ ഈ വായിലേക്ക് ചെല്ലുന്ന ആദ്യത്തെ ആഹാരമാണ് ഇത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ദിവസം നബിതങ്ങളാ പറയുന്നത്. ഞാൻ ഇത്രയും പറയാൻ കാരണം കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരമൊന്നുമില്ല. ഞാനും നിങ്ങളും ബുദ്ധിമാന്മാരാണ്. ദയവ് ചെയ്ത് ഞാനും നിങ്ങളെ ഒന്ന് ചിന്തിക്കണം. ഈ ദുനിയാവിൽ ഞാനും നിങ്ങൾ ജീവിക്കുന്നത് എന്തിനാണ്? നബിതങ്ങളുടെ വീട്ടിലും അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലും ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിലും അലി റളിയല്ലാഹുവിന്റെ വീട്ടിലും ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലും നബിതങ്ങളുടെ പുന്നാര മകളായ ഫാത്തിമ ബീവി പെറ്റെടുത്ത സ്വർഗത്തിലെ നേതാവായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പിഞ്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിലും 3 ദിവസമായി ഒരാഹാരവും ഇല്ലാത്ത നിലയിൽ പട്ടിണിയിലാണല്ലോ. ചിന്തിക്കണം. അവയല്ല, ചിന്തിക്കണം. എന്ത് ചിന്തിക്കണം? ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നീട്ടിക്കൊണ്ടുപോകുന്നതിൽ കാര്യമൊന്നുമില്ല. ഖൈറുൽ കലാമി മാ ഖല്ല വദല്ല. അഥവാ മക്കളെ നല്ലതുപോലെ തീറ്റിപ്പോറ്റി വളർത്തേണ്ടതും ഭാര്യയ്ക്ക് നല്ല നിലയിൽ ആഹാരവും മറ്റും കൊടുത്തു വളർത്തേണ്ടതും അതുപോലെ വയറ്റിൽ വല്ലതും ഉണ്ടാക്കണ്ടേ. എൻ്റെ നിങ്ങളുടെ ഹദീസായിരുന്നത് വയറ്റിൽ വല്ലതും കാണണ്ടേ. സഹോദരന്മാരെ, ഇതെല്ലാമാണ് നമ്മുടെ ഈ ദുനിയാവിലത്തെ ജീവിതത്തിലെ ഒന്നാമത്തെ കാര്യമെങ്കിൽ ഈ മഹാന്മാർ മാത്രമല്ല, അപ്പുറത്തേക്ക് ആരുമില്ല സഹോദരന്മാര്, അപ്പുറത്തേക്ക് ആരുമില്ല. അങ്ങനത്തെ ആ മഹാന്മാർ ഈ നിലയിലുള്ള 3 ദിവസമായി എൻ്റെ വായിലേക്ക് ആദ്യമായി പോകുന്ന ആഹാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. സഹോദരന്മാരെ, മാത്രമല്ല വീട്ടിൽ ഇരിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഇറങ്ങി വന്നതാണ്. കാലത്തെ ചായ കുടിക്കാത്തതിന്റെ പേരിലല്ല വന്നത്, അല്ലെങ്കിൽ ഇന്നലെ രാത്രി ആഹാരം കഴിക്കാതെ പട്ടിണി കിടന്നാണെന്നുള്ളതിന്റെ പേരിലും അല്ല വന്നത്. 3 ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഇവർക്ക് ആർക്കും എന്താ ജോലി ചെയ്യാനൊന്നും അറിയാൻ പാടില്ലായിരുന്നു, കച്ചവടം ചെയ്യാൻ അറിയാൻ പാടില്ലായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കാലത്ത് ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്നല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ തന്നേടിയായിരുന്നല്ലോ. നബിതങ്ങളാണെങ്കിൽ കച്ചവടത്തിലും വലിയ സമർത്ഥനാണെന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ ചരക്കുകൾ കൊണ്ടുപോയി ഷാമിൽ കച്ചവടം ചെയ്ത് മടങ്ങി വന്നതിൽ നിന്ന് മനസ്സിലായതാണല്ലോ. അങ്ങനെ സഹോദരന്മാരെ, കച്ചവടം ചെയ്യാനറിയാം, കൃഷി ചെയ്യാനറിയാം. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ ഇത്ഖി ചൊല്ലിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ യജമാനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇത്ര ഈത്തപ്പഴ മരം നട്ട് ഭൂമി കിളച്ച് ഇളക്കി പാകപ്പെടുത്തി ഈത്തപ്പഴ തൈ കൊണ്ടുവന്ന് നട്ട് അത് കാച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം സ്വതന്ത്രനാവുമെന്ന് പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ യജമാനൻ, അവൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാലത്തെ ഇടുപ്പിൽ കയറ് കെട്ടി പിള്ളേരെ ഏൽപ്പിക്കുമായിരുന്നു. എന്നിട്ട് മക്കായുടെ തെരുവീതിയിൽ കൂടി വെയിലത്ത് വലിച്ചോണ്ട് നടക്കും. പുറകിൽ പിള്ളേരെല്ലാം വന്ന് കമ്പ് കൊണ്ടും തടി കൊണ്ടും അടിച്ചോണ്ട് നടക്കും. അവസാനം വെയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ എന്ത് ചെയ്യും? കൊണ്ടുപോയി ചുട്ടുപഴുത്ത മണലിൽ കൊണ്ടുപോയി മലർത്തി കിടത്തി കല്ലെടുത്ത് നെഞ്ചത്ത് വയ്ക്കും. അവിടെ കടയിലാണ്. എന്നിട്ട് അടിക്കും 4 വശത്ത് നിന്നുകൊണ്ട് പിള്ളേര്, നിന്റെ പുതിയ ഈമാനും പുതിയ ദീനും കൈവിട്, ഞങ്ങളുടെ പഴയ മതത്തിലേക്ക് വാ, ഇല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ കൊല്ലും എന്ന് പറയും. സഹോദരന്മാരെ, അങ്ങനത്തെ കടുത്ത അദാബ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഈ ബിലാൽ റളിയല്ലാഹു ഈ അടിയെല്ലാം കൊള്ളുമ്പോൾ എന്ന് പറയും, അദ്ദേഹം വേദനയുടെ പേരിൽ കിടന്ന് പൊളയുകയോ ശബ്ദിക്കുകയോ അല്ലോ എന്ന് പറയുകയോ എനിക്ക് സഹിക്ക വയ്യ എന്ന് പറയുകയോ ഒന്നും ചെയ്യില്ല. അദ്ദേഹം പറയും, അഹദ് അഹദ്, അള്ളാഹു ഒരുവനേ ഉള്ളൂ, അള്ളാഹു ഒരുവനേ ഉള്ളൂ. അവർക്ക് ഏറ്റവും ദേഷ്യമുള്ള വാക്കാണ്. അത് ആവർത്തിച്ച് പറയുമ്പോൾ ഇത്രയും വലിയ ദുഷ്ടത്തരം ബിലാൽ റളിയല്ലാഹുവിന്റെ നേരെ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മൗല യജമാനൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു എങ്ങനെയെങ്കിലും ഈ ദുരിതത്തിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പോയി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ വ്യവസ്ഥ ഇതാണ്: പൈസയും കൊടുക്കണം, പിന്നെ ഇത്ര ഭൂമി കിളച്ചിളക്കി ഈത്തപ്പഴം കൊണ്ടുവന്ന് നട്ടുവെച്ച് തൈ കൊണ്ട് നട്ടുവെച്ച് അത് കായ്ക്കണം. സാധാരണ പഴയ കാലത്ത്, ഇന്നിപ്പോൾ പുതിയ വളങ്ങളൊക്കെ ഇട്ട് ഈത്തപ്പഴം വേഗം കായ്ക്കുന്നുണ്ട്, ഇല്ലല്ല. അന്നത്തെ കാലത്തെല്ലാം ഈത്തപ്പഴം നടുന്നവൻ അതിൽ നിന്ന് കാവറിച്ച് തിന്നുകയില്ല. ഒരു മനുഷ്യൻ നട്ട് ആ ഈത്തപ്പഴത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നാൻ പാടാം.
അടുത്ത കഴിഞ്ഞ തലമുറക്കാർ നട്ടതിൽ നിന്നേ ഉള്ളൂ ഈ തലമുറക്കാർക്ക് തിന്നാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈത്തപ്പഴം കാച്ച് പൊങ്ങിയാൽ തണൽ മരയിൽ താഴെ അതിൻ്റെ ചുവട്ടിൽ നട്ടുകൊണ്ടേ പോകും. കാരണം ഒന്ന് കായ്ക്കുന്നു, ഒന്ന് അതിനടുത്ത് വളർന്നു നിൽക്കുന്നു, മറ്റൊന്ന് അതിൻ്റെ താഴെ വളർന്നു നിൽക്കുന്നു, മറ്റൊന്ന് അതിൻ്റെ താഴെ മുളച്ച്. ഇങ്ങനെ 3ഉം 4ഉം പ്രായത്തിലുള്ള ഈത്തപ്പഴം ഒരേ ചുവട്ടിൽ വളരും സഹോദരൻ. എന്താണേ ഉള്ളൂ ആളുകൾക്ക് ആ ഈത്തപ്പഴം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. അല്ലാതെ താൻ നട്ട് താൻ അതിൻ്റെ ആദായം അനുഭവിച്ചു കളയാമെന്ന് വിചാരിക്കണം. ഇപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന് മോചിതനാകാനാ? ആ പഹയ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇദ്ദേഹം മോചിതനായിരുന്നെന്നായിരുന്നു. സഹോദരന്മാരെ, വിശദീകരിക്കാൻ നേരമില്ല. കുറെ മരങ്ങളെല്ലാം സഹാബാക്കളിൽ ആരോ നട്ടു, കുറെ മരങ്ങൾ നബിതങ്ങളുടെ കൈകൊണ്ട് നട്ടു. നബിതങ്ങളുടെ കൈകൊണ്ട് നട്ട ഈത്തപ്പഴങ്ങളെല്ലാം വളരെ വേഗത്തിൽ വളർന്ന് വളരെ വേഗത്തിൽ കാച്ചു. മറ്റത് വളർന്നില്ല, കാച്ചുമില്ല. നബിതങ്ങളെ പറിച്ചു നട്ടു. അപ്പോൾ അതെല്ലാം വേഗം കാച്ചു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു അസാധാരണമായ നിലയിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്ജിസത്ത്, അള്ളാഹുവിന്റെ സഹായം, ദീനു വേണ്ടി കഷ്ടപ്പെടുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ അസാധാരണമായ പ്രവൃത്തി, അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു അവർ മോചിതരായി സഹോദരന്മാരെ. അപ്പൊ അങ്ങനെ ദീനിന്റെ കാര്യത്തിൽ ഈ നിലയിലെല്ലാം കഷ്ടപ്പെട്ട് ഇത്രയും ദുരിതങ്ങൾ അനുഭവിച്ച്, ദിവസവും ഈ നിലയിലുള്ള ദുരിതങ്ങൾ അനുഭവിച്ച് 3 ദിവസം തുടരെ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് കുടുംബത്തിന്റെ എതിർപ്പ്, നാട്ടിന്റെ എതിർപ്പ്, അതിന്റെ പേരിൽ രാത്രി സ്വസ്ഥതയില്ല, പകല് സ്വസ്ഥതയില്ല, മര്യാദയായി ജീവിക്കാൻ നിവൃത്തിയില്ല. സഹോദരന്മാരെ, ഇങ്ങനെ എല്ലാം ആണെങ്കിലും അതെല്ലാം സഹിച്ചും കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ സ്വന്തം ജീവിതത്തിൽ പഠിച്ച് അമൽ ചെയ്ത് പകർത്തിക്കൊണ്ടും അതിനെ ബാക്കിയുള്ളവരിൽ ഹയാത്താക്കാൻ വേണ്ടി ഈ കഷ്ടപ്പാടോടുകൂടി കഷ്ടപ്പെട്ടുകൊണ്ട് സഹാബാക്കൾ പാടുപെട്ടു. ബഅസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉബൈദ وأعطانا جرابا من تمر فكان أبو عبيدة رضي الله تعالى عنه يعطينا تمرة تمرة. ബഹുമാനപ്പെട്ട സഹാബാക്കൾ പറയുക, ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ യാത്രയാക്കി. ഈത്തപ്പഴത്തിന്റെ സഞ്ചിയിൽ തന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ അമീറാണ്. ജിദ്ദയിൽ നിന്നും കടൽക്കര വഴിക്ക് ഗ്രാമങ്ങൾ വഴിയായി പോയി അവിടുത്തെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് വിളിക്കാൻ വേണ്ടി വിട്ടതാണ്. അപ്പോ ഇത് പറഞ്ഞപ്പോ കേട്ടോണ്ടിരുന്നവർ ചോദിച്ചു, പിന്നീടുള്ളവർ, നിങ്ങൾ ഈ ഒരു സഞ്ചിയിലുള്ള ഈത്തപ്പഴം എന്താ ചെയ്തിരുന്നത്? മാക്കൊന്നും തസ്നഊനബിഹി, എന്തായിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത്? ഉടനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുള്ളവർ പറഞ്ഞു, കുന്നാ നമസ്സുഹു കമാ യമസ്സു സിബിയാൻ, ഞങ്ങൾ ഈത്തപ്പഴം ഓരോന്ന് ഫക്കാന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു യുഅ്തീനാ തംറത്തൻ തംറ ലികുല്ലി യൗമിൻ ഫകുന്നാ നമസ്സുഹു കമാ യമസ്സു സിബിയാൻ. ഒരു ഈത്തപ്പഴം വെച്ച് ഞങ്ങൾക്ക് തരുമായിരുന്നു ഞങ്ങളുടെ അമീർ. ഒരു ഈത്തപ്പഴം വെച്ച് കേൾക്കണം. നാളെ പടച്ചവന്റെ മുമ്പിൽ ഹാജരാകേണ്ടതാണ് ഞാനും നിങ്ങളെല്ലാം സഹോദരന്മാർ. നമ്മളീ പറയുന്നതും കേൾക്കുന്നതെല്ലാം വെറുതെ പോകുന്നില്ല. ഇവിടെ നിൽക്കാൻ പറയുന്നത് അല്ലാഹു. എന്തിനു വേണ്ടിയാണ് ജീവിച്ചത്? എന്താ ചെയ്തത്? ആരെപ്പോലെയാ ജീവിച്ചത്? ഖബർ വെച്ച് ചോദിക്കും, മൻ റബ്ബുക വമാ ദീനുക വമാ കുന്ത തഖൂലു ഫീ ഹാദാ റജുൽ യാനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബിതങ്ങളെ പറ്റി എന്ത് പറയുന്നു? നിന്റെ ദീൻ എന്തായിരുന്നു? നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിക്കും. നാളെ ഖബർ വെച്ച് ചോദിക്കും. ശരി മറുപടി പറഞ്ഞാൽ പറയും, അല്ലാഹു തആല ഇതെന്റെ അബ്ദാണ്, സത്യവാനാണ്, സ്വർഗത്തിലെ വിരിപ്പുകൾ കൊണ്ടുവന്ന് വിരിക്കും, ഖബറിനെ വിശാലമാക്കി കൊടുക്കും, ഖബറിൽ നിന്നും സ്വർഗത്തിലേക്ക് വാതിലുകൾ തുറന്നു കൊടുക്കും എന്ന് പറയും. അവൻ സ്വർഗീയമായ ആനന്ദത്തിൽ അവന്റെ ഖബറിൽ മഹ്ശറം ദിവസം വരെ കഴിഞ്ഞുകൂടും. ഇല്ലെങ്കിലോ അൽ ഖബർ ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫറത്തും മിൻ ഹുഫരിൻ നീറാൻ. ഖബർ അതല്ലെങ്കിൽ സ്വർഗത്തിന്റെ പൂന്തോട്ടമാണ്, അല്ലെങ്കിൽ നരകത്തിന്റെ കിടങ്ങ. ആർക്കാ സഹോദരന്മാരെ? ആർക്കാ? അബൂജഹലിനും അബൂലഹബിനും മാത്രമല്ല, അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും തള്ളിക്കളഞ്ഞു നടക്കുന്ന എനിക്കും നിങ്ങൾക്കും എല്ലാം. വേറെ ആർക്കും എനിക്ക് നിങ്ങൾക്ക്. നമുക്കിന്ന് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ല. ഇത്ര വിലയില്ലാത്ത ഒരു സാധനം നമ്മുടെ അടുക്കൽ ഇന്നില്ല. സഹോദരന്മാരെ, നമ്മൾ എന്താ പറയുന്നത്? ഭാര്യ മക്കളെ വളർത്തണ്ടേ? അതിനുവേണ്ടി നാട് വിട്ടു വന്ന് 3 വർഷം 4 വർഷം ആദ്യമായി ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെ ഒന്ന് കാണാൻ വെച്ചിട്ടില്ല. ഫോട്ടോ ഇങ്ങോട്ട് അയച്ചു കൊടുത്തിരിക്കുന്നു. അതിന് ദിവസം എടുത്ത് കാണിക്കുന്നത് എന്റെ ഭാര്യ പെറ്റ എന്റെ കുഞ്ഞാണ്. കണ്ട് 4 വയസ്സായി 5 വയസ്സായി. ഞാൻ സിംഗപ്പൂരിൽ ഞങ്ങളൊരു ജമാഅത്ത് പോയി. പാൽക്കടപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് സിംഗപ്പൂരിൽ, പ്രധാനപ്പെട്ട പള്ളിയാണ്. ജുമാ നമസ്കാരം കഴിഞ്ഞ്
ഇതേപോലെ കുറച്ച് നേരം സംസാരിച്ചു. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഒരാൾ മുമ്പോട്ട് വന്നു, സലാമൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, താങ്കൾ ഊര് ചെയ്ത് എന്നൊക്കെ ചോദിച്ചു, നാടെവിടെയാന്നൊക്കെ. ഞാൻ പറഞ്ഞു കേരളമാണ്. അപ്പോൾ തമിഴിലെ പേശുന്നീങ്ങളെ கொஞ்சம் தெரியும்னൊക്കെ പറഞ്ഞു. നീ சொல்லதெல்லாம் என் കാര്യം சொன்னீங்க, யாராவது சொல்லி கொடுத்தாங்களா എന്നെ പറ്റിയെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ, ഞാനിവിടെ ഒരു പുതിയ ആളാണ്, ഞാൻ നിങ്ങളെ അറിയില്ല, നിങ്ങളുടെ കാര്യം അറിയാം. ഞാൻ എല്ലാവർക്കും ഉള്ള കാര്യം, എനിക്കുള്ള കാര്യം, നിങ്ങൾക്കുള്ള കാര്യം, എല്ലാവർക്കും ഉള്ള കാര്യം இல்லை, என் காரியம் தான் சொன்னீங்க, யாரோ சொல்லி கொடுத்தாங்க എന്നെ പറ്റി. നമ്മൾ കാര്യം എന്താ? അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞതെന്നാന്ന് വെച്ചാൽ മനുഷ്യൻ ദുനിയാവിൽ പാടുപെടുന്നു, അവൻ എന്ത് അനുഭവിക്കുന്നു, ഇതായിരുന്നു ഞാൻ സംസാരിച്ചത്. അവൻ ഉണ്ടാക്കുന്ന ഒന്നും അവർക്ക് തിന്നാനൊക്കുന്നില്ല. കാരണം അവന്റെ മുമ്പിൽ ഓരോ പരിപാടിയും പദ്ധതിയുമാണ്, ഓരോ പരിപാടിയും പദ്ധതിയും. അത് കാരണമുണ്ട്. ഞങ്ങൾ പിനാങ്കിൽ അവിടെ ഒരു പള്ളിയിലാണ് ഞങ്ങൾ ജമാഅത്ത് താമസിച്ചിരുന്നത്. അവിടെ ഒരു വയസ്സനുണ്ട്, 10-50 വയസ്സിൽ കൂടുതലുണ്ട്. അദ്ദേഹം രാത്രി 2 മണിക്ക് എണീക്കും. 2 മണിക്ക് എണീറ്റ് ഈ വടയും അത് ഇതുമെല്ലാം പലഹാരങ്ങളെല്ലാം ചുട്ട് ഓരോ പാത്രത്തിൽ അടുക്കും. എന്നിട്ട് സ്റ്റൗ ചൂടാക്കി വെള്ളമെല്ലാം അതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കും, പാല് ചൂടാക്കി വയ്ക്കും. ഉന്തിക്കൊണ്ട് പോകുന്നൊരു വണ്ടിയുണ്ട്, അതിൽ 2 സ്റ്റൗ കൂട്ടുമുണ്ട്. എല്ലാം വെച്ചിട്ട് അദ്ദേഹം ആ ഹൗദിൻ്റെ കരയിൽ ഒതുങ്ങുന്ന പള്ളിയിലത്തെ വെള്ളം കോരി ഒഴിച്ചൊന്ന് കുളിക്കും. പള്ളിയിലത്തെ വെള്ളം കോരി ഒഴിച്ച് കുളിക്കും. പള്ളിയിലത്തെ മൂത്രപ്പുരയിൽ മൂത്രം ഒഴിക്കും. പള്ളിയിലത്തെ കക്കൂസിൽ അദ്ദേഹം വെളിക്കിറങ്ങും. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാതെ ഇറങ്ങിക്കും. ഈ ദിവസവും ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ஆமாங்க, நீங்க என்ன பள்ளிவாசல்ல ஹவுதில் குளிக்கிறீங்க, கக்கூசு மூத்திரப்பல் எல்லாம் உபயோகப்படுத்துறீங்க, இங்க இந்த காம்பவுண்ட்ல இருக்கிறீங்க, தொழுகாம இருக்கிறீங்களே, என்ன தம்பி சொல்ற? எனக்கு 3 பொம்பளை பிள்ளை, அதை வளர்த்து கட்டி கொடுக்க வேண்டாமா? இப்படி கஷ்டப்பட்டு 2 எண்ணத்தை கட்டி கொடுத்து அனுப்பியாச்சு. இனி ஒன்று பாக்கி இருக்குது, அதையும் கூட அனுப்பி வச்சுட்டு ஆயுசு இருந்தா பார்க்கலாம், தொழுகலாம். ബാക്കി വിശദീകരിക്കട്ട, നിങ്ങളുടെ പ്രസംഗം ഉദ്ദേശമില്ലല്ലോ. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, அப்படி செய்யாதீங்க, நாளை கபரில் உங்களுக்கு யாராவது உதவுவாங்களா? அங்கே உள்ள கஷ்டத்துக்கு என்ன நிவாரணம், என்ன மார்க்கம், என்ன வழி, அங்கே போட்டு அடிச்சா அடிக்கட்டும், என் பிள்ளை எப்படியாவது கட்டி கொடுத்து இறக்கி விட வேண்டாமோ? பாவத்துக்கு வித்தியாസം ഒരു மாதிரி. അപ്പം അങ്ങനെ അപ്പം ഇതൊക്കെ കണ്ടിട്ട് വന്നതിൻ്റെ പേരിലത് സിംഗപ്പൂർ പള്ളിയിൽ ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, പാടുപെട്ട് മക്കളെ വളർത്തുന്നു. ആ മക്കള് ചിലപ്പം വാപ്പാനെ കെട്ടിക്കാൻ പ്രായമാകുന്നതിനുള്ളിൽ 2, 3, 4 പ്രാവശ്യം കണ്ടു കാണും. ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ ജീവിച്ചു കാണും. അങ്ങനെ ആ മക്കൾക്ക് വാപ്പാനെ അറിയാമോ, വാപ്പാക്ക് മക്കളെ അറിയാമോ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ദുനിയാവിൽ എന്നാ ബാക്കി? കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി അതിൽ സുഖമായി 1 മാസം, 2 മാസം, 6 മാസം, 1 കൊല്ലം കിടന്നുറങ്ങിയില്ല. കല്യാണം കഴിച്ച ഭാര്യയ്ക്ക് വേണ്ടി പാടുപെട്ട് കാശുണ്ടാക്കി അയച്ചു കൊടുത്തു. സാരിയും തുണിയും എല്ലാം ഉടുത്തി ആഭരണമൊക്കെ ഇട്ടു. ആ ഭാര്യയുമായിട്ട് 1 കൊല്ലത്തിൽ 1 മാസമെങ്കിലും പോയി സന്തോഷമായി ജീവിച്ചോ? ഇതൊന്നുമില്ല. ഈ ഉണ്ടാക്കിയതൊന്നും തിന്ന് അനുഭവിച്ചില്ല, കുടിച്ച് അനുഭവിച്ചില്ല, ബാക്കി അനുഭവിക്കേണ്ട ഒരു രീതിയിലും അനുഭവിച്ചില്ല. നാളെ മറ്റന്നാൾ ഇതെല്ലാം അനുഭവിക്കാമെന്നുള്ള ആ പ്രതീക്ഷയിൽ പാടുപെട്ട് ഉണ്ടാക്കിക്കൊണ്ട് പോയി ഒരു ദിവസം മരിച്ചു. ദുനിയാവിൽ എന്നാ ബാക്കി? ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നോട് കഥ சொல்றேன்னு പറഞ്ഞത്, ഞാൻ തിരുവിതാംകൂറുകാരനാണ്. സിംഗപ്പൂരിന് സാധാരണ അടുത്തുകാരെ ഒരു 10-12 വയസ്സായ സിംഗപ്പൂരിലേക്ക് പോകും. മരിക്കുന്നവരെ സിംഗപ്പൂരിലും പിനാങ്ങിലുമായിട്ട് കഴിയും. ഒന്നല്ലേ അവിടെ മരിക്കുകയല്ലേ ഇവിടെ വന്ന് മരിക്കും, എന്തുമായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ 12 വയസ്സിൽ സിംഗപ്പൂർക്ക് വന്ന് 5 കൊല്ലം 6 കൊല്ലം ഇങ്ങനെ പാടുപെട്ട് 17 വയസ്സാச்சு. സമ്പാദിച്ച കാശെല്ലാം കൊണ്ടുപോയി വീട്ടിലോട്ടെ കൊടുത്ത് പഴയ വീടെല്ലാം கொஞ்சம் റിപ്പയർ பண்ணி கொஞ்சம் വയൽ വാങ്ങി ഏതോ 6 മാസത്തേക്ക് அல்லது 3 മാസത്തേക്ക് ആ സാപ്പാട്ടുക്കുള്ള വകയെല്ലാം ഉണ്ടാക്കി അടുത്ത തടവ് 5 വർഷം മുടിച്ചിട്ട് വരണം. അപ്പൊ കല്യാണം മുടിക്കരുതെന്ന് പറഞ്ഞ് ആ കാശെല്ലാം കൊടുത്തേച്ച് പോയി. 18-ാമത്തെ വയസ്സിൽ 18-ാമത്തെ വയസ്സിൽ പോയിട്ട് പിന്നെയും 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ വന്നു. 18 എത്രയായി? 23-ഓ 24-ഓ എത്രയെങ്കിലും ആണ്ടെ വന്ന് കല്യാണം കഴിക്കണം. ആലോചന നടന്നു. ഒരു കല്യാണമൊക്കെ കഴിച്ചു. ഈ ആലോചനയിലും കല്യാണം കഴിക്കുന്നതിലും എല്ലാം 2-3 മാസം കഴിഞ്ഞു പോയി. ഉണ്ടായിരുന്ന കാശെല്ലാം ചെലവായി പോയി. പിന്നെ മണിപ്പേഴ്സ് തുറന്നാൽ അതിൻ്റെ അകത്ത്
വല്ല 1 രൂപ നോട്ടോ 5 രൂപ നോട്ടോ ഉള്ളൂ. 10 രൂപ 100 രൂപ നോട്ടോ ഒന്നുമില്ല. അവന്റെ പുതിയ കൊണ്ടാട്ടിയുടെ മുമ്പിൽ വെച്ചും മണിപ്പേഴ്സ് തുറക്കുകയില്ല. കാരണം തുറന്ന അതിൻ്റെ അകത്ത് 100 രൂപ നോട്ടുണ്ടെങ്കിലേ ഉള്ളൂ മാപ്പിളനെ മതിക്കുള്ളൂ ഭർത്താവിന്. 5 രൂപ നോട്ട് 1 രൂപ നോട്ടോ എന്റെ ഭർത്താവ് പക്കിയതാ. 1 രൂപ നോട്ടൊക്കെയാണ് മണിപ്പേഴ്സ് ഇരിക്കുന്നത്, തുറക്കുകയില്ല. മാത്രമല്ല ഒരു 3-4 മാസം കഴിയുന്നതിനുള്ളിൽ വേഗം രണ്ടാമത് എങ്ങനെയെങ്കിലും സിംഗപ്പൂരിലേക്ക് പോകാനുള്ള ശ്രമം ആയി എന്ന് സൗരന്മാരെ അദ്ദേഹം പറഞ്ഞു. ഞാനതുപോലെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് 10-25 വയസ്സായി. ഭാര്യനെ ഒരു 2 മാസം 3 മാസം അവിടെ നിന്ന് ഭാര്യയുമായിട്ട് കഴിഞ്ഞുകൂടി. ഇങ്ങോട്ട് വന്നു. 5-6 കൊല്ലം കഴിഞ്ഞ് പോയപ്പോൾ ഭാര്യ ഗർഭിണിയായിരുന്നു, പ്രസവിച്ചു. 3 വയസ്സായ മകളുണ്ട്. അത് ആദ്യം ജനിച്ച ഉടനെ അത് തൊട്ടിയിൽ കിടന്ന് കൈയും കാലും ഇട്ട് കാണിക്കുന്നൊന്നും കാണാനത്തില്ല. അതിൻ്റെ ആ നിർമ്മലമായ ചുണ്ടുകൊണ്ട് എന്തെങ്കിലും പറയുന്നൊന്നും കാണാനത്തില്ല, കേൾക്കാനത്തില്ല. 3 വയസ്സായി. അപ്പം നടക്കുകയോ ഓടുകയൊക്കെ ചെയ്യും. വിളിച്ചാൽ വരികയില്ല. കാരണം വാപ്പാനെ അറിയില്ല. ഉമ്മോട്ട് ഓടിപ്പോവും, വാപ്പയുടെ പോകില്ല. ഉമ്മാനെയും വളർത്തിയത് ഈ പാവപ്പെട്ട വാപ്പ, ഈ കുഞ്ഞിനെയും വളർത്തുന്നത് ഈ പാവപ്പെട്ട വാപ്പ. അദ്ദേഹത്തിന്റെ എല്ല് പൊടിഞ്ഞ് അദ്ദേഹത്തിന്റെ ഇറച്ചിയെല്ലാം മലിഞ്ഞ് ചോരയെല്ലാം നീരായി അതിനെ വളർത്തുന്നത്. ആ വാപ്പ പോയി തൊഴമ്പോ വേഗം കിടന്ന് കത്തും. അന്ന് ഏതോ കാക്കായാന്ന് ഓർത്തൊന്ന് കിടന്ന് കത്തും. ആ ഒന്നും ചെയ്യാനാ. പിന്നെ അദ്ദേഹം പറഞ്ഞു, அதுக்கு பிறகு நான் 3 வருஷத்துக்கு பிறகு பார்த்தேன். அது 2 மாசம் 3 மாசம் பார்த்தேன். அதுக்கு பிறகு சிங்கப்பூருக்கு வந்தேன். வந்து 5 வருஷம் முடிச்சு போனேன். அப்போ எத்தனை வயசாச்சுன்னா 8 வயசாச்சு. அது பள்ளிக்கூடத்துக்கு போகுது. அப்போ புஸ்தகம் கொண்டுகிட்டு வீட்டுக்கு முன்னால் முன்வாசலாக வராம என்ன கண்ட உடனே பெரியம்பர வழியா போயிடும். ஏதோ ஒரு காக்கா உட்காந்துக்கிட்டு இருக்கிறாராம். ஏதோ ஒரு காக்கா இருக்கட்டும் തിന്നല്. പാപ്പായാ പാവം. എന്നിട്ട് പോയി ആ കൊച്ചിനെ എടുക്കാൻ പോയാ പോവുകയില്ല. തൊട്ടാക്കിടന്നും കത്തും. സഹോദരന്മാരെ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് പിന്നെ പോയപ്പോ കെട്ടിക്കാറായി തീർന്നു. അപ്പൊ അദ്ദേഹം ഇന്ന് എനിക്ക് 60-62 വയസ്സുണ്ട്. ഞാൻ ദുനിയാവിൽ എന്താ അനുഭവിച്ചത്? ഞാൻ ജനിച്ച അന്ന് മുതൽ കഷ്ടപ്പെടുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പാടുപെട്ടത് കൊണ്ട് എനിക്ക് വല്ല ഫലവും ഇവിടെ ഉണ്ടായോ? എന്താണ് ആഖിറത്ത് എന്ന കാര്യം എന്താകുമെന്ന് ഞാൻ ചിന്തിക്കുകയാണെന്ന് പറഞ്ഞു. സഹോദരന്മാരെ, ഒരാൾ സ്വന്തം ആത്മാവ് പറഞ്ഞ് ഞാൻ പറയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം വിടണ്ട. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു അവர்களுം ഉമർ റളിയല്ലാഹു അൻഹു അവர்களுം സഹോദരന്മാരെ അലി റളിയല്ലാഹു അൻഹു അവர்களுം ഈ നിലയിൽ സ്വന്തം കഷ്ടപ്പെട്ടു. സ്വന്തം അവരുടെ മക്കളും കുഞ്ഞുങ്ങളും പാടുപെട്ടു. എന്തിനു വേണ്ടി? സമ്പാദിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, കഴിവില്ലാഞ്ഞിട്ടല്ല, ഒന്നുമല്ല. അള്ളാഹുവിന്റെ ദീനിനെ പഠിച്ച് അത് ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് അതിനെ ലോകത്തെ ഹയാത്താക്കണം. ഇതാ ജോലി. ദീൻ എന്താണെന്ന് പഠിക്കണം. രണ്ടാമത് പഠിച്ചത് അമൽ ചെയ്യണം. മൂന്നാമത് അത് ലോകത്തെ ഹയാത്താക്കണം. സഹോദരന്മാരെ, ഞാൻ ചുരുക്കി പറയുകയാണ്. ഇങ്ങനെ ജീവിതകാലം മുഴുവനും ദീനു വേണ്ടി പാടുപെട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചു. ഒരു ദിവസം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിർത്താൻ പോവാ, നീട്ടിക്കൊണ്ട് പോവില്ല, എനിക്ക് നിവർത്തിയില്ല, എനിക്ക് തീരെ സുഖമില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഉറങ്ങില്ലാതേ ഉള്ളൂ, അല്ലാതെ പോയി എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങിപ്പോകും, അറിയാതെ ഉറങ്ങി. പക്ഷെ പടച്ചവന്റെ ഒരു അനുഗ്രഹം, സംസാരിക്കാൻ തുടങ്ങി ഉറക്കം പറ്റും. അത്രയ്ക്ക് സുഖമില്ലാത്ത ആളാണ്. അള്ളാഹു നിങ്ങളുടെ ഈ എന്തെങ്കിലും എല്ലാവരുടെയും സുഖക്കേടുകളെ ശിഫ ആക്കട്ടെ. ഇടയ്ക്ക് അങ്ങനെ ഒന്നും പറഞ്ഞു പോയെന്നേ ഉള്ളൂ, പറയേണ്ട കാര്യമൊന്നും അല്ല, പറയേണ്ട ആവശ്യമില്ല. ഒരു ദിവസം രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നും കുട്ടികളുടെ കരച്ചിൽ കേട്ടുകൊണ്ട് എണീറ്റു. തങ്ങൾക്ക് നബി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോടും മക്കളോടും വലിയ സ്നേഹമാണ്, അതിരറ്റ സ്നേഹമാണ്. പോയി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തട്ടി വിളിച്ചു, മോളെ എന്താ കുഞ്ഞുങ്ങൾ കരയുന്നു? വിശന്ന് കരയുകയാണ് വാപ്പ. ആഹാരം ഒന്നുമില്ല വീട്ടില്, വിശന്ന് കരയുകയാണ്. ആ ഇളയ കുഞ്ഞിന് പാല് കൊടുത്തുകൂടെ മോളെ? അതിനും അത് ഇങ്ങനെ കിടന്ന് കരയുന്നല്ലോ. പറഞ്ഞു, വാപ്പ ഞാൻ 2 ദിവസം 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് പട്ടിണി കിടക്കുന്ന എന്റെ മാറിൽ പാൽ എവിടെ കാണാനാണ്? ഞാൻ കരയുമ്പോൾ എടുത്ത് വെച്ച് വടിയിലെടുത്ത് വെച്ച് ഞാൻ കുടിക്കാൻ വേണ്ടി വായിലേക്ക് കൊടുക്കും. എന്റെ പാല് കുടിക്കുന്ന സാധനത്തിന് അത് ചുമ്മായിട്ട് കടിച്ചു വലിക്കുകയല്ലാതെ ഒന്നും കിട്ടുകയില്ല. ഈ അവസ്ഥ പറഞ്ഞു ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബിതങ്ങള് ഒന്നും ഈ പറച്ചില് എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള കഴിവ് ഒന്നുമില്ല, വീട്ടിലൊന്നുമില്ല. കയ്യിൽ പൈസ ആയിട്ടോ ഇനമായിട്ടോ ഒന്നുമായിട്ടൊന്നുമില്ല. പോയി രാത്രി കഴിച്ചുകൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
സുബൈ നിസ്കരിച്ചിട്ട് വന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. ചോദിച്ചു ഫാത്തിമ റളിയല്ലാഹു അൻഹയോട്, എവിടെ പോയി അലി റളിയല്ലാഹു അൻഹു? പുയ്യാപ്പിള എവിടെ? ഫാത്തിമ റളിയല്ലാഹു അൻഹു കൈകൊണ്ട് കാണിച്ചു. രാവിലെ എണീറ്റ് ഇങ്ങോട്ട് പോകുന്നുണ്ട്. യഹൂദികളുടെ എല്ലാം ഈത്തപ്പഴത്തോട്ടങ്ങൾ അവിടെ എല്ലാം ഉണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ ഒരെണ്ണത്തിന് എടുത്തു തോളത്ത് വെച്ചു. ബാക്കി അതിന്റെ മുകളിലുള്ളതിനെ കൈയെ പിടിച്ച് നടത്തിക്കൊണ്ട് പോയി. ഫാത്തിമ റളിയല്ലാഹു അൻഹ കാണിച്ചു കൊടുത്ത ഈത്തപ്പഴം തോട്ടങ്ങളുള്ള ഭാഗത്തേക്ക് നടന്നുപോയി. അവിടെ അടുത്ത് പോയപ്പോൾ അലി റളിയല്ലാഹു അൻഹു രാത്രി പട്ടിണി കിടന്ന് ഒന്നുമില്ല, പിള്ളേർക്കൊന്നുമില്ല, പിന്നെ വാപ്പാകന്മാർ പോലെ കഴിച്ചിട്ടുണ്ടോ? രാത്രി പട്ടിണി കിടന്ന അലി റളിയല്ലാഹു അൻഹു സുബഹി നിസ്കരിച്ചിട്ട് വെറും വയറോടെ പട്ടിണിയോടെ പോയി ഈത്തപ്പഴ തോട്ടത്തിൽ വെള്ളം കോരുകയാണ്. നമ്മുടെ നാട്ടിലത്തെ തൊട്ടിയല്ല അവിടെ വെള്ളം കോരുന്നത്, തോൽ സഞ്ചിയാണ്. തോൽ സഞ്ചി രണ്ടു കൈ കൊണ്ട് വലിച്ചാലും അത് പൊങ്ങുകയല്ല. എങ്കിലും പിള്ളേർ രാത്രിയെല്ലാം കിടന്ന് പഞ്ഞം കിടന്ന് കരുതല്ലേ, നബിതങ്ങൾ വന്ന് അന്വേഷിച്ചു പോയതുമല്ലേ. കാലത്ത് എണീറ്റ് പോയി ആ തോൾ സഞ്ചിയിൽ നിറഞ്ഞ വെള്ളം വലിച്ചു കയറ്റി ആ വെള്ളം ഈത്തപ്പഴ തോട്ടത്തിന് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു തോൽക്കുടം വെള്ളം കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി തോട്ടത്തിലേക്കുള്ള ഓവിൽ ഒഴിച്ചു വിട്ടാൽ കൂലിയെന്ന ഒരു ഈത്തപ്പഴം. അങ്ങനെ ഈ നിലയിൽ വെള്ളം കോരി ഓരോ തോൽക്കുടം വെള്ളം കോരുമ്പോഴും അതിന്റെ കൂലിയായ ഈത്തപ്പഴം വാങ്ങിച്ച് അവിടെ വയ്ക്കും. അങ്ങനെ കുറെ വലിച്ചു, ഈ പഞ്ഞ നിന്നോട്ട് വലിച്ചു. ഏറെക്കുറെ നോക്കിയപ്പം വീട്ടിലുള്ളവർക്കെല്ലാം ഫാത്തിമ ബീവിക്കും റളിയല്ലാഹു അൻഹ മക്കൾക്കും തനിക്കും എല്ലാം 2-3 വീതം വായിലിട്ട് ചവച്ച് പച്ചവെള്ളം കുടിക്കാനായി എന്ന് കണ്ടപ്പോൾ വെള്ളം കോരൽ നിർത്തിയിട്ട് ആ ഈത്തപ്പഴം കയ്യിലെടുത്തു. പോവാന്ന് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു. യഹൂദി ചോദിച്ചു, എന്തിനാ പോകുന്നത്? വൈകുന്നേരം വരെ വെള്ളം കോരാൻ. വൈകുന്നേരം വരെ എത്ര കോരിയാലും അതിനുള്ള ശമ്പളം ഈ പറഞ്ഞ ദിവസത്തിൽ ഞാൻ തരാം, എന്റെ അടുക്കൽ ഇഷ്ടം പോലെ ഈത്തപ്പഴമാണെന്ന്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വേറെ ജോലിയാണ്. ചിന്തിക്കണം, ഞാനും നിങ്ങൾ ചിന്തിക്കണം. നാളെ ഞാനും നിങ്ങൾ മരിച്ച അള്ളാഹുവിന്റെ മുമ്പിൽ നബിതങ്ങളുടെ മുമ്പിൽ മഹ്ശറിൽ ഹാജരാകേണ്ടതാണ്. നമ്മളുണ്ടാക്കിയ പണവും കെട്ടിയ ബംഗ്ലാവും വാങ്ങിച്ച തോട്ടങ്ങളും വാങ്ങിച്ച കാറും വണ്ടിയും ദുനിയാവിന്റെ നിഅമത്തുകളും ഇതെല്ലാം നാളെ എന്താകുമെന്ന് ചിന്തിക്കണം ഞാനും നിങ്ങളും. സഹോദരന്മാരെ, അല്ലാഹുവിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. അലി റളിയല്ലാഹു അൻഹു ആ ഈത്തപ്പഴം 2 കൈയിൽ ഇങ്ങനെ പുറക്കി എടുത്തും കൊണ്ട് അതിങ്ങനെ പിടിച്ചുകൊണ്ട് ആ തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും താഴെ മണ്ണിലിരുത്തി അവർക്ക് കല്ല് പിറക്കി കൊടുത്ത് ആ കുട്ടികളെ കൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കരയാതിരിക്കേണ്ടത്. നബിതങ്ങളും കൂടി കളിക്കുകയാണ്. വന്ന ഉടനെ നബിതങ്ങൾ എണീറ്റു പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു നബിയെ പോകാം വീട്ടിലേക്ക് വന്നു. അലി റളിയല്ലാഹു അൻഹു ആ ഉണ്ടായിരുന്ന ഈത്തപ്പഴം 2 ഈത്തപ്പഴം വീതം വെച്ച് വീട്ടിലുള്ളവർക്ക് കൊടുത്തു. ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് 2, ഹസൻ റളിയല്ലാഹു അൻഹു 2, ഹുസൈൻ റളിയല്ലാഹു അൻഹു 2, അവിടെ ഉണ്ടായിരുന്ന വെള്ളാട്ടി പെണ്ണിന് 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2, അലി റളിയല്ലാഹു അൻഹു 2. ഇത്രയും ഉണ്ടായിരുന്നു ഈത്തപ്പഴം. സഹോദരന്മാരെ, ഇത് വായിലിട്ട് ചവച്ച് വെള്ളവും കുടിച്ചു, ഈ നിലയിൽ ജീവിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹയേക്കാൾ കൂടിയ മക്കളാണോ എന്റെയും നിങ്ങളുടെയും മക്കൾ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുയേക്കാൾ കൂടിയ മക്കളാണോ നമ്മുടെ മക്കൾ? നല്ലതുപോലെ ചിന്തിക്കണം. നബിതങ്ങളെക്കാൾ കൂടിയ ഒരു കുടുംബവും ബന്ധമുണ്ടോ? അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ കൂടിയ ഒരു മാപ്പിളയും പുതിയാപ്പിളയും മരുമകനുമുണ്ടോ സഹോദരന്മാരെ? അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് നമ്മളെ എന്തിനയച്ചു, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ശരിയായ ബോധത്തോടുകൂടി
ജീവിക്കുകയും നമുക്ക് വഴി കാണിക്കുകയും ചെയ്തതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഹോദരന്മാരെ ഇത്രയും കഷ്ടപ്പെട്ടോളം നിർബന്ധമായിട്ടും എന്നൊരർത്ഥമില്ല. അസൽ കാര്യമെല്ലാം നമ്മുടെ അസൽ ജോലി ഒന്നുണ്ട്. അതെന്താ? അത് നമ്മൾ അല്ലാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കണം, ദീനെ പഠിക്കണം. എന്തെങ്കിലും ചെറുപ്പകാലത്ത് 1 കൊല്ലമോ 2 കൊല്ലമോ നാട്ടിലുള്ള ഓത്തുപറയും പോയി എന്തോ പഠിച്ചു അത് വഴി പോരാ. നാളെ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു നിർത്തും. നീ ഏത് ദീനാണോ നിന്റെ ജീവിതത്തിൽ അവസാനം വരെയും ആദ്യപോലെ അവസാനത്തെയും പിൻപറ്റി പൂർണ്ണമായി പിൻപറ്റി നിന്റെ മുഴുവൻ ജീവിതവും ഏത് ദീനനുസരിച്ച് ആക്കി തീർത്തുകൊണ്ടാണ് നീ ജീവിക്കുന്നത്. ആ ദീൻ നീ പഠിച്ചോ. മൂത്രമൊഴിക്കാൻ പഠിച്ചോ, കഴുകാൻ പഠിച്ചോ, ശുചിയാക്കാൻ പഠിച്ചോ, തുണി കൊടുക്കാൻ പഠിച്ചോ, ഉറങ്ങാൻ പഠിച്ചോ, കച്ചവടം ചെയ്യാൻ പഠിച്ചോ, മക്കളെ വളർത്താൻ പഠിച്ചോ, ഭാര്യയുടെ കടമകൾ നിറവേറ്റാൻ പഠിച്ചോ. മുഴുവൻ ചോദിക്കും.